ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ കാർ ഡ്രൈവിംഗിലെ ഒരു റോഡ് പ്രാക്ടീസാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. എനിക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള മെത്തേഡുകൾ ധാരണയുണ്ട്, പക്ഷേങ്കിൽ വണ്ടി റോഡിൽ ഓടിക്കാനായിട്ടുള്ള ധൈര്യമില്ല. ഒരു വല്ലാത്ത പേടിയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് പല ആൾക്കാരും ചോദിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേടിയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു റോഡ് പ്രാക്ടീസ് മെത്തേഡ് ഇന്ന് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ വ്യത്യസ്ത ചില റോഡുകളിലൂടെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് പേടി വരുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ധൈര്യം കൂട്ടാനായിട്ട് ഡ്രൈവിങ്ങിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ആ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് വണ്ടി റോഡിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ ഭയം അല്ലെങ്കിൽ പേടി, ധൈര്യക്കുറവ് പ്രധാനമായിട്ടും വരുന്നത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വീതി കുറഞ്ഞ റോഡിലൂടെ ഡ്രൈവ് ചെയ്യും, വീതി കൂടിയ റോഡിലൂടെ ഡ്രൈവ് ചെയ്യും, ഓപ്പോസിറ്റ് വണ്ടികൾ വരും, സൈഡിൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാകും. ഇവിടെയൊക്കെ നമ്മുടെ വാഹനം തട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പോയി ഇടിച്ചിട്ട് എന്തെങ്കിലും വലിയ അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ചിന്ത ആദ്യം എടുത്ത് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എന്താണെങ്കിലും മിസ്റ്റേക്കുകൾ ഉറപ്പായിട്ടും വരും. ഒരു ബിഗിനറിന് എന്തെങ്കിലും കുറച്ച് മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ ഉണ്ടാകും. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കി വീണ്ടും വണ്ടി മുന്നോട്ട് ഓടിച്ചു പോകുക. ഓടിച്ചു പോകുന്ന സമയത്ത് ഈ വന്ന മിസ്റ്റേക്കിനെ കുറിച്ച് കൂടുതൽ ഓർത്ത് ഡ്രൈവ് ചെയ്യാതിരിക്കുക. കാരണം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ഡ്രൈവിങ്ങിനെ നമ്മളെ ബാധിക്കും. അതുകൊണ്ട് അത് വിട്ടേക്കുക. ഡ്രൈവ് ചെയ്ത് നമ്മൾ വണ്ടി വീട്ടിൽ കൊണ്ട് ഒതുക്കി നിർത്തിയതിന് ശേഷം പിന്നീട് വൈകുന്നേരം മാത്രം ഇത് റിവൈൻഡ് ചെയ്യുക. എന്താണ് നമുക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് റിവൈൻഡ് ചെയ്യുക. പിറ്റേ ദിവസം ഡ്രൈവിംഗ് തുടരുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. നമുക്ക് ഓരോ റോഡിലും വരുമ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെ, എങ്ങനെ ഒഴിവാക്കാം, ധൈര്യം എങ്ങനെ കൂട്ടാം എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. അതിനുശേഷം ക്ലച്ച് ചവിട്ടുക. സാധാരണ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ കീ നമ്മൾ ഇടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുക. ഇനി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി റൈറ്റ് സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഒഴിവാകാനായിട്ട് ഇവിടെ സംഭവിക്കുന്ന ആദ്യത്തെ ഒരു പേടി പുറകിൽ നിന്ന് വണ്ടി വരുമോ എന്നുള്ളതാണ്. അത് നമ്മൾ സെൻറ്റർ മിററിലൂടെയും ലെഫ്റ്റ് മിററിലൂടെയും ഒന്ന് നോക്കിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ സാധാരണ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ നമ്മൾ വാഹനത്തെ എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പേടി ഒഴിവാകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി എടുത്താൽ ഉടൻ തന്നെ നമുക്ക് ലൈറ്റ് മൂവ്മെൻറ്റ്സ് നൽകിയാൽ ഉടൻ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് ലേറ്റ് ആകരുത്. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ കുറേ അധികം ദൂരം നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് വണ്ടി ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം ഫസ്റ്റ് ഗിയറിൽ ഒരു പരിധിക്കപ്പുറം വാഹനത്തിന് സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ലൈറ്റ് ഒരു മൂവ്മെൻറ്റ്സ് മാത്രം നൽകിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളും ക്ലിയർ ആകാനായിട്ട് ഇതേ സെക്കൻഡ് ഇട്ടപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നത് നോക്കുക, അത് ഇങ്ങനെ നിന്നു. എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാനിത് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു. അപ്പോൾ ഇത് ഈ മെത്തേഡിൽ വേണം നമ്മൾ ഗിയർ ഇടാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്നിട്ട് ഇത് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും കൂടെ നന്നായിട്ടാകാനായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ഒഴിവാക്കിയിട്ട് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. സ്റ്റിയറിംഗ് വീലിൽ ഇത് ഇങ്ങനെ കൈ പിടിക്കുക. ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് പോവാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പേടി കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ പേടി ഒഴിവാക്കാനായിട്ട് പരമാവധി ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൽ തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള വില്ലേജ് റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ചെറിയ സ്പേസേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ചെറിയ സ്പേസുകളിൽ വാഹനം ഒതുക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ നമുക്ക് വണ്ടിയുടെ ഗിയർ അപ്പ് ആൻഡ് ഡൗണും ഒക്കെ ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കേണ്ടതായിട്ട് വരും. കാരണം വളവും തിരിവുമുള്ള റോഡായതുകൊണ്ട് തന്നെ ഇങ്ങനെ
അങ്ങനെയുള്ള ഒരു റോഡ് നിങ്ങൾ പ്രാക്ടീസിന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് ഇതുപോലെ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ നോട്ടം റോഡിലേക്കാകുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് സ്ട്രെയിറ്റ് റോഡ് ആകുന്ന സമയത്ത് ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക. ഓക്കെ, ഇനി ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ധൃതിയുണ്ട് ഗിയർ ഇടാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് വണ്ടി ഓഫായി പോകുമെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ നമുക്ക് ആ പേടി മാറ്റാനായിട്ട് 2 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാനത് ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ പോവാണ്. ഫോർത്ത് ഇടാൻ ഞാൻ തീരുമാനിക്കുമ്പോൾ ചെയ്യേണ്ടത് വണ്ടിക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ് നൽകുക. നിങ്ങൾ നോക്കിക്കേ, ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് നൽകുകയാണ്. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. കാരണം ആ മൂവ്മെൻറ്റ്സ് നൽകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി കുറേയധികം സമയം ഉരുണ്ടോണ്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ കൃത്യമായിട്ടും ഗിയർ ക്ലച്ച് ചവിട്ടി ഫോർത്തിലേക്ക് ഇടുന്നത്. അപ്പം ക്ലച്ച് ചവിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഇടാനായിട്ടുള്ളൊരു ടൈം കിട്ടും. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവാണ്, എനിക്ക് തേർഡ് ഗിയർ ഇടണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു, ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നൽകി. ഇനി ആക്സിലറേഷൻ ഞാൻ കുറച്ചു, എന്നിട്ട് ഇത് ക്ലച്ച് ചവിട്ടി ഈ സമയത്ത് വണ്ടി ഉരുണ്ടുവാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? പതുക്കെ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ? അപ്പോൾ നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇടാൻ കഴിയും, ഗിയർ ഇടുമ്പോൾ തെറ്റത്തുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം വീണ്ടും ഞാൻ ഫോർത്ത് ഇട്ട് കാണിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ്സ് നൽകി. എന്നിട്ട് ആക്സിലറേഷൻ കുറച്ചുമ്പോൾ വണ്ടി ഇതുപോലെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ക്ലച്ച് പിടിക്കുന്നു. ഇപ്പോഴും വണ്ടി റണ്ണിങ്ങിലാണ്. ആ സമയം എന്ത് ചെയ്യുന്നു? ഞാനിതേ എൻ്റെ വലത്തേ കൈ എൻ്റെ ഇടത്തേ കൈ ഗിയർ ലിവറിലേക്ക് വരുന്നു, താഴോട്ടിടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, ക്ലച്ച് നയിക്കുന്നു. കണ്ടോ? അപ്പം മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. ആ ഒരു പേടി നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഗിയർ ഫോർത്ത് വരെ ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി ഒഴിവാക്കാനായിട്ട് സാധാരണ നമുക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു വളവിലോ തിരിവിലോ വന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലങ്ങളുണ്ടാകും. കാരണം നമുക്ക് വളവ് തിരിക്കേണ്ടിയും വരും, ഒപ്പം തന്നെ ഗിയർ ഇടേണ്ടിയും വരും. ഇപ്പോൾ ഇവിടെ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വളവിന് മുന്നമേ തന്നെ ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് നേരത്തെ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഫോർത്തിലാണ് വന്നത്, നേരത്തെ തേർഡ് ഗിയർ ഇട്ടതേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈ വളവ് ഇതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് പോയാൽ മതി. അതായത് വളവിൽ വന്നിട്ട് ഗിയർ ഇടാതെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഗിയർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡ് ഗിയർ പോവാണ്. ഇനി ഞാൻ അടുത്തൊരു ഫോർത്ത് ഗിയർ ഇടാൻ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു വളവുണ്ട്. ഈ വളവിൽ ഇടാതിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞ് റോഡ് നിവർന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഗിയർ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുക, അപ്പോൾ വണ്ടി റണ്ണിങ്ങിലായിരിക്കും, ക്ലച്ച് പിടിക്കുക, ഫോർത്തിലേക്ക് ഇടുക. കണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ക്ലിയർ ആകും, ഒപ്പം തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലിയർ ആകും, ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാകത്തില്ല. ഇനി വീണ്ടും നിങ്ങളെ ഞാൻ അത് കാണിക്കാം. ഇപ്പം ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മുന്നിൽ അവിടെ ഒരു കയറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കയറ്റത്തിന് മുന്നമേ തന്നെ നമ്മൾ തീരുമാനിക്കുക ഫോർത്തിൽ ഈ കയറ്റം കയറത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ഇത് ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഇടുക. അപ്പോൾ നമ്മുടെ വണ്ടി റണ്ണിങ്ങിലായിരിക്കും. എന്നിട്ട് ഇത് ക്ലച്ച് നയിക്കുക, ഇങ്ങനെ പോവുക. കണ്ടോ? അപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ പോകുന്നു. ഇനി ഇത് ഇവിടെ നല്ലൊരു കയറ്റം വരികയാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. നല്ല കയറ്റമാണെന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലച്ച് പിടിച്ചിട്ട് ഇതേ ഡയറക്റ്റ് തേർഡിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ച് നയിച്ചിട്ട് ഇതേ പിന്നെ നമുക്കിവിടെ സ്റ്റിയറിംഗ് കൺട്രോളും ആക്സിലറേഷനും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ടൊരു യു ടേൺ എടുത്ത് കയറാനായിട്ട് കഴിയും. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ഡ്രൈവ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി ഇടത് ചേർന്ന് തന്നെ പോകണം. അപ്പോൾ അതിനെന്താണ് ചെയ്യാനുള്ള ഒരു മാർഗം? അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഞാനൊരു വളവിൽ വന്നപ്പോൾ ഗിയർ ഡൗൺ ചെയ്തില്ല, അതുപോലെ തന്നെ നല്ല ഒരു കയറ്റത്ത് വന്നപ്പോൾ ഞാൻ ഗിയർ ഡൗൺ ചെയ്തില്ല. അതെല്ലാം ഞാൻ അഡ്വാൻസ് ആണ് ചെയ്തത്. അപ്പം നമ്മൾ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി റോഡിൻ്റെ ഇടത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയി, വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് അടുത്ത ഗിയർ ഇടുന്നത്. ഓക്കെ, കണ്ടോ? തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പം നമുക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്.
വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ വാഹനത്തെയൊക്കെ നോക്കി ഇതുപോലെ നമുക്ക് പതുക്കെ പോയാൽ മതി. അപ്പോൾ ബിഗിനേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെയാണ് ഞാനിത് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ധൈര്യം കൂടും. അതുപോലെ തന്നെ വണ്ടി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഓർക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡ് മാറാതെ നിങ്ങളത് വിട്ടേക്കുക. എന്നിട്ട് വീണ്ടും വണ്ടി ഓടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. വീട്ടിൽ നമ്മൾ വൈകുന്നേരം വന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സംഭവിച്ച മിസ്റ്റേക്ക് എന്താണോ അതൊന്ന് റിവൈൻഡ് ചെയ്ത് അതെന്താണെന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഡ്രൈവിംഗ് പ്രാക്ടീസ് പിറ്റേ ദിവസം നിങ്ങൾ തുടരുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും കാർ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആകാം. നിങ്ങളുടെ ഡ്രൈവിംഗ് ഭയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.